നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന് താഴെ കമന്റ്സുകളുടെ പെരുമഴയാണ്. നീയല്ലേ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നെ ഏതൊക്കെ തരത്തിൽ പരാജയപ്പെടുത്താനാവോ അതിന്റെ പരമാവധി ഇവള് ചെയ്തു കഴിഞ്ഞു. ചേച്ചിയുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ഇനി നിനക്കൊരു അവസരം ഇല്ല ഋതിക. നിന്നെ ഈ വീട്ടിൽ അധികം നാൾ നിർത്താൻ എനിക്കാവില്ല. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. നിന്നെ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാമേലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അതും ഇവിടുത്തെ സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കും. അത് വേണ്ട. എക്സാമിൽ ഞാൻ തോറ്റത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കറിയാം അച്ഛാ. അച്ഛന്റെ സ്നേഹം എനിക്കിത് വേണ്ട. ഞാനത് അർഹിക്കുന്നില്ല. അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ എക്സാം എഴുതി. എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ എക്സാമിൽ തോറ്റു. ഞാൻ എന്റെ ജീവിതത്തോടെ തന്നെ തോറ്റു. ഞാനത് സമ്മതിക്കുന്നു. ഇന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കല്ലേ അച്ഛ. അച്ഛനെ പിരിഞ്ഞു പോവാൻ എനിക്കാവില്ല. എനിക്ക് അച്ഛന്റെ മകളായി ഈ വീട്ടിൽ താമസിച്ചാ മതി. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛ. മതി, ഇതോടെ എല്ലാം കഴിഞ്ഞു. ഇനി നീ പറയുന്ന വാക്കുകൾ സമ്മതിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല. ചേച്ചി, സാനിയുടെ വിവാഹത്തിന് ഇവിടെ ഏതോ കൂട്ടർക്ക് കണ്ട് ഇഷ്ടമായെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല, അതെ. അവരോട് സംസാരിക്കണം. എത്രയും പെട്ടെന്ന് അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയണം. അമ്മേ, കരയണ്ട മേഡം. ഋതിക മേഡം, കരയല്ലേ? വർമ്മ സാറിന്റെ സ്വഭാവം മാഡത്തിന് അറിയാവുന്നതല്ലേ? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കാം. ഇല്ല രാജു, അച്ഛനെ വിവാഹം നടത്തും. എനിക്ക് ഉറപ്പാ, നടത്തും. മേഡം, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.